ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്ന വലിയവനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ പ്രഭാതവന്ദനം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിപ്പാനുള്ളത് ആത്മാവ് ലോകത്തെ പ്രകാശിപ്പിക്കണം എന്നുള്ളതാണ്. നമുക്ക് നൽകിയിരിക്കുന്ന വാക്യം 1 കൊരിന്ത്യർ 2:12. അതിലിപ്രകാരം പറയുന്നു, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ തന്നെ ദൈവത്തെപ്പറ്റി മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. 1 യോഹന്നാൻ 3:1 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായ കാര്യം, അവിടെ നമ്മൾ ദൈവമക്കൾ എന്നുള്ള വിളി കേൾക്കുന്നവരാണ്. പക്ഷേ അവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നതായ ഈ ജീവിതത്തിലൂടെ ദൈവത്തെപ്പറ്റി ലോകത്തിനറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്ന് പറയുന്നത് നമ്മളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിളിക്ക് അനുയോജ്യരായി നടക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെപ്പറ്റി മറ്റുള്ളവരെ അറിയിക്കുക തന്നെ ചെയ്യണം. ഒരുപക്ഷേ നമ്മൾക്ക് മറ്റേത് ജീവജാലങ്ങളെ കഴിഞ്ഞും അധികം യുക്തി ചിന്ത ഉള്ളവരാണ്. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ യുക്തി ചിന്ത ദൈവസ്നേഹത്തെ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സത്യത്തെ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ പല ആളുകളും തങ്ങൾക്ക് നൽകിയിരിക്കുന്ന യുക്തിചിന്തകളെ ദൈവികവൽക്കരിക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ നമ്മളുടെ മുൻപിൽ കാണുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത്, നമ്മൾക്ക് നൽകിയിരിക്കുന്നതായ ഈ യുക്തിചിന്ത അല്ലെങ്കിൽ നമ്മുടെ ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ദൈവിക സത്യം മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ്. നമുക്ക് തനിയെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ദൈവത്തെപ്പറ്റി മറ്റുള്ളവരെ അറിയിക്കാം എന്ന് കരുതിയിട്ടുണ്ട് എങ്കിൽ അത് തീർത്തും മൗഢ്യമാണ്. കാരണം ദൈവവചനത്തിലുള്ള ആഴത്തിലുള്ള പഠനം ഇല്ലാതെ നമുക്കൊരിക്കലും മറ്റുള്ളവരോട് ദൈവിക സത്യത്തെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്നതല്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് വേണം നമ്മൾ മറ്റുള്ളവർ ദൈവത്തെക്കുറിച്ച് പറയുവാനായിട്ട്. അതിന് എപ്രകാരം നമുക്ക് സാധിക്കും എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലുടനീളം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ളതായ ഒരു ദൈവിക പഠനം ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരിലും ആ ദൈവിക ചിന്തയോടുകൂടിയുള്ള പഠനമുണ്ട് എങ്കിൽ നമ്മൾക്കും ദൈവം നൽകിയിരിക്കുന്നതായ താലന്തുകളെ അല്ലെങ്കിൽ ദൈവം നൽകിയിരിക്കുന്നതായ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് അറിയിക്കുവാനായിട്ട് സാധിക്കും. ഈ ലോകം ദൈവത്തെ അറിയണമെങ്കിൽ നമ്മൾ ഉണരേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നതായ താലന്തുകൾ, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ് ഇതെല്ലാം ഉപയോഗിക്കുന്നുവെങ്കിൽ നമുക്ക് ലോകത്തിലൂടെ ദൈവത്തെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം എത്ര വലുതാണ് എന്ന് മറ്റുള്ളവർ നമ്മളെ നോക്കി കാണുമ്പോൾ അവർക്കും ഒരുപക്ഷെ ഈ വ്യക്തിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ കൂടുന്നുവെങ്കിൽ അവരും ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കും. അപ്രകാരമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയും ജീവിതവും. ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്താവുന്ന ഒരു നിധിയാണ് ദൈവവും അവൻ്റെ സത്യവും എന്നുള്ളതായ കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നിധി കണ്ടുപിടിക്കുന്നതിന് വളരെയധികം കഷ്ടപ്പെടേണ്ടതില്ല. അല്പസമയം നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കും ആ നിധി കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മൾക്ക് ഈ ലോകത്തിലേതായ ജീവിതത്തിൽ ഒരു നിധി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾക്ക് മാത്രമായിരിക്കുകയല്ല പ്രയോജനപ്പെടുന്നത്, മറിച്ച് നമ്മെ ആശ്രയിച്ചിരിക്കുന്നതായ വ്യക്തികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സഭയ്ക്കൊക്കെയും അത് പ്രയോജനകരമാണ്. അന്നത് പറഞ്ഞതുപോലെ ഈ തിരുവചന സത്യത്തിലെ നിധി, സർവശക്തനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ ആ നിധി അത് കിട്ടുന്നവർക്ക്, അതല്ലെങ്കിൽ അത് ലഭിക്കുന്നവർക്കും അവരോടടുത്ത് നിൽക്കുന്ന ആളുകൾക്കും അത് ഏറ്റവും പ്രയോജനകരമായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യവും അതാണ്.
ലോകത്തെ പ്രകാശിപ്പിക്കുക. നമ്മൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടെ ഗുണഗണങ്ങളോ അല്ല, മറിച്ച് ദൈവ സത്യം മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട്, ദൈവ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ലോകത്തെ പ്രകാശിപ്പിക്കേണ്ടത്. നമ്മുടെ ഹൃദയം താഴ്മയിലും എളിമയിലും ആയിരിക്കേണ്ടതും വളരെ പ്രധാനമുള്ള കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരോട് ദൈവത്തെപ്പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ആ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്നതായ ആ മാതൃക, അതായത് താഴ്മയുടേതായ മാതൃകയെ നമ്മൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് മറ്റൊരു ആളെ ദൈവത്തെങ്കിലേക്ക് ആദായപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുവാനോ സാധിക്കുകയുള്ളൂ. നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്ക് ഈ വെളിച്ചം കിട്ടുമ്പോൾ ആ വെളിച്ചം അവർക്ക് പ്രയോജനകരമായി തീരണമെങ്കിൽ നമ്മളും ആ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ആ താഴ്മയുടേതായ മനോഭാവം നമ്മളിലും ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ തീരുന്നുവെങ്കിൽ അല്ലെങ്കിൽ താഴ്മയുടേതായ ഒരു അനുഭവത്തിൽ നമ്മൾ തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ ആ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രകാശം എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ എല്ലായിടത്തും ദൈവത്തിൻ്റെ സത്യം എന്ന തിരുവചന സത്യം എന്ന പ്രകാശം എത്തിച്ചേരുവാനായിട്ട് ഈ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ, അതിനുവേണ്ടി നമ്മളെ ഒരുക്കുമാറാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. സ്നേഹവാനും കാരുണ്യമാനും അടിയങ്ങളെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് നല്ലൊരു ദൈവിക ചിന്ത തന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, അടിയങ്ങൾ ഓരോരുത്തരും ലോകത്തിൽ പ്രകാശിക്കേണ്ടതിനുള്ളതായ കൃപകളെ അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് യാചിക്കുന്നു. അങ്ങ് നൽകിയ ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കോണം അടിയങ്ങളെ ഓരോരുത്തരെ ഒരുക്കി അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുമാറാകണമെന്ന് യാചിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായ അങ്ങയുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓരോ മക്കളിലും താഴ്മയുടേതായ അനുഭവം ഉണ്ടാകുവാനും അവരും കർത്താവേ ലോകത്തിന് വെളിച്ചം കാണിക്കുന്ന മക്കൾ ഒരു ആളായി തീരുവാൻ തക്കോണം ഇടയാക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങളുടെ ഈ ദിനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ തക്കോണം കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങളുടെ എളിയ പ്രാർത്ഥന കേട്ടനെ സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയുടെ വീക്ഷിക്കുമ്പോൾ കൃപയുടെ കേട്ട് ഉത്തരമല്ലമാറാകണമേ.